ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും എന്താ പറയുക എളുപ്പമെന്ന് ചെയ്യുന്നത് വെയിറ്റൊക്കെ കുറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് സ്മൂത്തി. ഞാൻ കണ്ടതിൽ വെച്ച് ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഇതിലേക്ക് ഒരു സ്മൂത്തി നിങ്ങളെ കാണിക്കുന്നത്. അതിന് വേണ്ടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് മുസ്ലിയാണ്. ഇതേ അളവിലുള്ള കണ്ടില്ലേ, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട് അടങ്ങിയ റാഗി, ഓട്സ്, കോൺഫ്ലെക്സ്, പിന്നെ അതുപോലെ ചെറിയ ചെറിയ പയർവർഗ്ഗങ്ങളെല്ലാം അടങ്ങിയ ഒരു സംഭവം, ഉണക്കമുന്തിരി ഒക്കെ ചേർന്നൊരു സംഭവമാണ് മുസ്ലി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഷുഗർ ഉള്ളതും ഷുഗർ ഇല്ലാത്തതും ഉണ്ട്. അത് നമ്മൾ വാങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങിയാൽ മതിയാകും. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ മുസ്ലിയും അതുപോലെ തന്നെ അതേ സ്പൂണിൻ്റെ അളവിൽ ഒരു സ്പൂൺ ഓട്സും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്, ഫാറ്റ് നീക്കിയ പാല്. അത് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓട്സും മുസ്ലിയും കൂടി ഇവിടെ 10 മിനിറ്റ് ഒന്ന് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരാം. എന്നിട്ട് നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്നായിട്ടൊന്നും അരയൊന്നും വേണ്ട, കുറേശ്ശെയായിട്ട് ഒന്ന് നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് രാത്രി ഫുള്ളായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സിൻ്റെ ഒക്കെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ മതി. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയാണ്. അതിനകത്ത് അല്പം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഓട്സ് മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ചിയ സീഡ്സ് എല്ലാം ഇട്ട് ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് വിശപ്പൊക്കെ മാറാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും നമ്മൾ കൂടുതൽ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് ബദാമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിയ സീഡ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ ഒരു ഉച്ച വരത്തേക്ക് നമുക്ക് ഭക്ഷണമൊന്നും വേണ്ടി വരില്ല. പണ്ടൊക്കെ നമ്മൾ കപ്പയും ചക്കയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇപ്പോൾ എന്താ പറയുക, നാട് വിടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ലഭ്യമാകത്തുള്ളൂ. എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും. താങ്ക് യു സോ മച്ച്.